നമസ്കാരം, ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. ഇത്രയും ദിവസം നമ്മൾ ഇട്ടുകൊണ്ടിരുന്നതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് വന്ന വീഡിയോസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇതാണ് ആക്ച്വലി, ലോങ് വീഡിയോ. ഓക്കെ, നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് എടുത്തൊരു വീഡിയോ, ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലേ? കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ലോങ് ഫോമാറ്റിൽ എടുക്കുന്ന ഫസ്റ്റ് വീഡിയോ ഇതാണ്. ഓക്കെ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പഴയ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു 3-4 വർഷം മുന്നേ ഉള്ള വീഡിയോസ്, ഇവിടെ വെച്ച് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ ഈ ഒരു സംഭവം, ഈ ഒരു സെപ്പറേറ്റർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തായാലും ഇവിടെ നിന്നും കഴിയുന്ന പോലെയൊക്കെ വീഡിയോസ് എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. ഒരു സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, അത് കാണിക്കാം. അത് എന്താ പറയുക, പഴയ പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെയാണ്, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ മെയിനായിട്ട് ഇതൊരു ഇൻട്രോ വീഡിയോ പോലെ, ഞാൻ ഇവിടെ എത്തി എന്നുള്ള കാര്യം എന്തായാലും നേരിട്ട് വന്ന് പറയണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടി ചെയ്യുന്നൊരു വീഡിയോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. സമയം 8 മണി കഴിഞ്ഞു കേട്ടോ, രാത്രിയിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ കുറച്ച് പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ പ്രോഡക്റ്റ്സ് ഒക്കെ എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ കുളിച്ചു. അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. പ്ലമ്മിൻ്റെ ആ ഒരു ഫേസ് വാഷ് തന്നെയാണ്, സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് തന്നെയാണ്. അത് ഞാൻ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതിനാണ് എടുത്തോണ്ട് വന്നത് കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ പുതിയത് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി 1-2 പ്രോഡക്റ്റ്സ് ഒക്കെ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. കുറേയൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് എടുത്തുകൊണ്ട് വന്നത്. കാരണം എന്തായാലും 2 മാസത്തേക്ക് ഉള്ളൂ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു യൂസ് ചെയ്തിട്ട് ഇവിടെ കളഞ്ഞിട്ട് പോകാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കരുതിയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചിലതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. എല്ലാം ഒന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ജോവീസിൻ്റെ ഒരു ഫേസ് പാക്കാണ്, ഡിറ്റാൻ ഫേസ് പാക്കാണ് കേട്ടോ. അവരുടെ ഒരു ഫേസ് വാഷും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇത് ഓക്കെ, അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഉണ്ട്. ഡിറ്റാൻ ഫേസ് വാഷ് നല്ലതായിരിക്കും എന്ന് തന്നെയാണ്. കാരണം ഇവിടെ ഇനിയിപ്പോൾ ചൂട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്നൊരു കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് യൂസ് ചെയ്തിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലമ്മിൻ്റെ ടോണർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പ്ലമ്മിൻ്റെ ഈ ഒരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് സ്കിന്നൊന്ന് സെറ്റ് ആവണമല്ലോ. കാരണം നാട്ടിൽ നല്ല ചൂടാണ്. ഇവിടെ ഞാൻ വന്ന സമയത്ത് നല്ല തണുപ്പാണ്. പോരാത്തതിന് അതിന് ശേഷം മഴയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നല്ല തണുപ്പും ഒക്കെ ആയിട്ട് സ്കിൻ നല്ല ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ക്ലൈമറ്റ് മൊത്തത്തിൽ വെള്ളം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആവണം. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. എനിക്കത് എപ്പോഴും ഉള്ള കാര്യമാണ്. തിരിച്ചിവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറേ ആക്നി പ്രശ്നങ്ങളൊക്കെ വന്നു, ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇത് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് നിങ്ങൾക്ക് നേരെ ക്ലിയർ ആയിട്ട് കാണാത്തത്. നല്ല ആക്നി ഉണ്ടായിരുന്നു. ഓക്കെ, നാട്ടിൽ നിന്നൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് വന്നതാണ്. ഓക്കെ, ഇത് തന്നെയാണ് കേട്ടോ ന്യൂട്രിഡോമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും പുതിയത് അങ്ങനെ വാങ്ങിയില്ല. കാരണം നമുക്കങ്ങനെ പരീക്ഷിക്കാനായിട്ടുള്ള ഒരു സമയമൊന്നുമില്ല 2 മാസത്തിൽ. ഓക്കെ, അപ്പോൾ ഞാൻ കുറേയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതും ഒക്കെ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത്. എന്നാൽ കുറച്ചൊക്കെ പുതിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം കേട്ടോ യൂസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ കുറേയൊക്കെ പ്രശ്നം മാറിയിട്ടുണ്ട്. ആ ഒരു മഴയൊക്കെ കഴിഞ്ഞ് 2-3 ദിവസമൊക്കെ ഒരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇനി അങ്ങോട്ടേക്ക് ചൂടാകും. ലിപ് ബാം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കറണ്ട് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ദേഗയുടെ ലിപ് ബാം. ഓക്കെ, അപ്പോൾ ഇത് കഴിയുമ്പോൾ എന്തായാലും അടുത്തത് വാങ്ങണം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നപ്പോൾ തണുപ്പായിരുന്നു എന്ന്. ആ സമയത്തും എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായി. അപ്പോൾ നല്ല ലിപ് ബാമാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് അങ്ങനെ ഈ ചില ലിപ് ബാമൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ രാത്രിയിലും കൂടി ആയതുകൊണ്ട് സൺസ്ക്രീൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാനിപ്പോൾ സീറം ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കറൻ്റ്ലി ഞാൻ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഇപ്പോൾ വേറൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് നൈറ്റ് ടൈമിൽ ഇത് തന്നെയാണ് കേട്ടോ റുട്ടീൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ,
അപ്പോൾ സ്കിൻ ഒന്ന് ക്ലിയർ ആവട്ടെ, പ്രശ്നങ്ങളൊക്കെ മാറിയതിന് ശേഷം നമുക്ക് റുട്ടീനൊക്കെ ഒന്ന് മാറ്റണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വേറൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് വിശേഷം. അപ്പോൾ മെയിനായിട്ടും ഞാൻ എത്തി എന്നുള്ള കാര്യം ഇങ്ങനെ നേരിട്ട് വന്ന് പറയണം എന്നുണ്ടായിരുന്നു, അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് മാക്സിമം ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.